ഇപ്പം സ്ത്രീകളോടായിട്ട് എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഘടകം തന്നെയാണ്. സർക്കാർ സംവിധാനങ്ങൾക്കും നിയമ ചെയ്യാൻ കഴിയുന്ന, അധികാരികൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാവിധ താല്പര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനൊരു അറുതി വരുത്താൻ, ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിക്കാൻ കഴിയുന്ന എല്ലാം ചെയ്യണമെന്നുള്ള അഭ്യർത്ഥന തന്നെയാണ് ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനായിട്ടുള്ളത്. നമ്മോടൊപ്പം ആക്ടിവിസ്റ്റ് കൂടിയായിട്ടുള്ള ശീതൽ ശ്യാം ചേരുന്നുണ്ട്. ശീതൽ, കേൾക്കാമോ? ശീതൽ ചെറിയൊരു സാങ്കേതിക ബുദ്ധിമുട്ട് അഭിമുഖീകരിച്ചു എന്ന് കരുതുന്നു. എന്നിരുന്നാലും ശീതൽ, നേരത്തെ തന്നെ നമ്മൾ ചർച്ചയിൽ ഇടയ്ക്ക് പരാമർശിച്ചതാണ് ഇതിൻ്റെ ഒരു വലിയ വിപത്ത്, സൈബർ ബുള്ളിയിങ്, സൈബർ ആക്രമണം. ഒരുപക്ഷെ നേരത്തെ നടി ഉൾപ്പെടെ പരാമർശിച്ചതുപോലെ തന്നെ ആത്മഹത്യയിലേക്ക് പോലും, കത്തിയെടുത്ത് കുത്താതെ ആത്മഹത്യയിലേക്ക് പോലും തള്ളിവിടുന്ന രീതിയിലുള്ള വളരെ ക്രൂരമായ, നികൃഷ്ടമായ ആക്രമണമാണ് സൈബറിടത്ത് നടക്കുന്നത്. അതിൻ്റെ ഒരു ഇരയെന്ന രീതിയിലൊക്കെ തന്നെ ശീതളിന് ഒട്ടനവധി അനുഭവങ്ങൾ കൂടി ഉണ്ടാകും. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമുക്ക് നേരിടാനായി സാധിക്കുന്നത്? ഇതിൽ മനക്കരുത്ത് എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും? നിയമ നടപടികളിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു സന്ദേശം എന്തൊക്കെയാണ്? ഒന്ന് പ്രധാനമായിട്ടും നമ്മളിപ്പോ ഈ ചർച്ചയിലിരിക്കുന്ന ആൾക്കാരും പാലിക്കേണ്ട ഒരു സാമാന്യ മര്യാദയുണ്ട്. ഒന്നൊന്ന് പറയുകയാണെന്ന് വെച്ചാല്, ഇപ്പൊ കുറ്റകൃത്യം ചെയ്ത ആള് ഓൾറെഡി അവിടെ നിലനിൽക്കുന്നുണ്ട്, അവർക്ക് ശിക്ഷ ഓൾറെഡി വിധിച്ചായിരുന്നു കോടതി. അതേസമയം പരാതിക്കാരിയായിട്ടുള്ള കലാകാരിയായിട്ടുള്ള പെൺകുട്ടിയുടെ പേര് നമ്മള് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവരുടെ പേര്. അത് ഈ ചർച്ചകളിലുടനീളം, ഇപ്പൊ ഈ സംഭവം നടന്ന ഇത്രയും ദിവസത്തിനുടനീളം ഓരോ ദിവസവും ഓരോ ചർച്ചയിൽ അവരുടെ പേര് വലിച്ചഴയ്ക്കുമ്പോഴും ആ പേര് പറയുമ്പോഴും ഉണ്ടാവുന്ന ആ ട്രോമയെ കുറിച്ച്, അവരുടെ കുടുംബത്തിനുണ്ടാവുന്ന ട്രോമയെ കുറിച്ച്, അവർക്ക് വീണ്ടും വീണ്ടും ഈ പറയുന്ന സൈബർ സ്പേസുകളിലും സാമൂഹ്യ പരിസരങ്ങളിലും നേരിടേണ്ടി വരുന്ന അറ്റാക്കുകളെ കുറിച്ചൊന്നും നമ്മൾ വലിയ തോതിൽ വാചാലരാവുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമുള്ളത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ കാര്യത്തെ ചർച്ച ചെയ്യാം. പക്ഷെ അവർ നേരിടുന്ന ആ ട്രോമയെ, അവർ നേരിടുന്ന മാനസിക പ്രശ്നങ്ങളെ ഒക്കെ തന്നെ തരണം ചെയ്യാൻ അവർക്ക് മാത്രമേ കഴിയുള്ളൂ. നമ്മൾ ഓരോ നിമിഷവും അവരുടെ പേര് നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ. മറ്റൊന്ന്, നേരത്തെ ചർച്ചയിലിരുന്ന ഒരു വ്യക്തി പറഞ്ഞതുപോലെ, ഇങ്ങനെ ഒരു കേസ് ഉണ്ടായതും അത്രയും വലിയൊരു ധനികനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്ത വ്യക്തിയെ അറസ്റ്റ് ചെയ്തതിലും കോടതി ഇങ്ങനെ ഒരു വിധി ഉണ്ടാക്കിയതിലും ഞെട്ടൽ ഉണ്ടാക്കി എന്നുള്ളത് കേരളത്തിലും നടന്നു. ശരിക്കും ഞെട്ടൽ ഉണ്ടാക്കിയെന്നുള്ളത് അഭിപ്രായക്കാരിയാണ് ഞാൻ. ശരിക്കും നമുക്കൊന്നും ഷോക്കായിട്ടില്ല. കാരണം നമുക്ക് നീതിന്യായ വ്യവസ്ഥയിലും ഇവിടുത്തെ സാമൂഹ്യ ബോധത്തിലും സാമൂഹ്യ പരിസരത്തിലും ഉത്തരവാദിത്വ ബോധത്തിലും ഒക്കെ നമ്മൾ നിലനിൽക്കുന്നവരാണ്. അതുകൊണ്ട് കുറ്റകൃത്യം ചെയ്ത ആൾ എത്ര വലിയ ഉന്നതനായാലും അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ്. അപ്പൊ കോടതിയുടെ തീരുമാനത്തെ വളരെ സ്വീകാര്യമായിട്ടും വളരെ സന്തോഷത്തോടു കൂടിയും അത്ഭുതത്തോടു കൂടിയും ആശ്വാസത്തോടും കൂടിയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഞെട്ടലൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, പലരും ഇപ്പൊ സംസാരിച്ചത്, പൂർണ്ണമായി നമുക്കിത് തുടച്ചു നീക്കാൻ കഴിയില്ലാണ്. അപ്പൊ നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയയിലെ അല്ലെങ്കിൽ സൈബർ സ്പേസിലെ കളികൾ, പബ്ജി പോലുള്ള കളികളൊക്കെ നിർത്തലാക്കാനായിട്ട് ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ കണ്ടന്റ് ക്രിയേഷനിലൂടെ ഒത്തിരി പേര് മരണപ്പെടുകയും അപകടത്തിൽപ്പെടുകയും മോശം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടിക്ടോക്ക് പോലുള്ള സംവിധാനങ്ങൾ നിർത്തലാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, മേറ്റയുടെ സ്റ്റാറ്റസ് ആയാലും യൂട്യൂബിന്റെ സ്റ്റാറ്റസ് ആയാലും ട്വിറ്ററിന്റെ സ്റ്റാറ്റസ് ആയാലും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മള് ഫോൺ എന്ന് പറയുന്ന മാധ്യമം നിരോധിച്ചു ഓൾറെഡി ഇന്ത്യയിൽ. പക്ഷെ നമുക്കിപ്പം ആക്ച്വലി വളരെ അവൈലബിൾ ആണ്. നമുക്കൊരു 2 hour വീഡിയോയോ 1 hour വീഡിയോ വളരെ ഈസി ആയിട്ട് കാണാം. അതില് പിന്നാലെ അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ ആളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വലിയ എന്താ പറയാ, അതിനൊന്നും വലിയ മാറ്റം ഉണ്ടാവുന്നില്ല എന്നുള്ളത്. അപ്പൊ ശരിക്കും ഇതിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഭരണകൂടത്തിന് ഇതിനൊരു പോളിസി ഉണ്ടാക്കാൻ കഴിയണം, ഒരു സൈബർ പോളിസി ഉണ്ടാക്കാൻ കഴിയണം, വെർച്വൽ സ്പേസിൽ ഒരു പോളിസി ഉണ്ടാക്കാൻ കഴിയണം, ഡിജിറ്റൽ സ്പേസിൽ ഒരു പോളിസി ഉണ്ടാക്കാൻ കഴിയണം. അപ്പൊ നമുക്ക് അങ്ങനെ വളരെ കൃത്യമായിട്ട് ഒരു പോളിസി മേക്കിംഗ് ഉണ്ടാവണം. ഇതുപോലെ തന്നെ ID കാർഡ് ഉപയോഗിച്ച് നമുക്ക് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഗുണ്ടകൾ എന്നുള്ളൊരു പദം നമ്മൾ ഉപയോഗിക്കുന്നില്ല. അത് ശരിക്കും ഒരു ലിംഗവിവേചന, ശരിക്കും പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകൾ അടക്കം ഈ കാര്യത്തിലുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ജാമ്യത്തിൽ ഇറങ്ങുന്ന കുറ്റകൃത്യം ചെയ്ത ശരി താങ്കളുടെ തിരികെ വരുന്നതായിരിക്കും. ശരി.